നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. തടസ്സം നിൽക്കില്ലെന്ന് കടലായിൽ മനക്കാർ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ കൃത്യമായ രേഖ നൽകാൻ തയ്യാറാകണമെന്ന് ക്ഷേത്രം സേവാ സമിതി. അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ കപ്പേള ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ്, പെരിഞ്ചേരി ALP സ്കൂൾ പരിസരം, വള്ളിശ്ശേരി പാറക്കുളം സെന്റർ, വള്ളിശ്ശേരി വിളക്കുങ്കാൽ സെന്റർ എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് എന്നിവ സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് സെന്ററിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമായി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. ചടങ്ങുകൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് കടലായിൽ മനക്കാർ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ കൃത്യമായ രേഖ നൽകാൻ തയ്യാറാകണമെന്ന് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം സേവാ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കാഞ്ചീപുരത്ത് നിന്ന് പിഷാരിക്കൽ ഭഗവതിയെ ആനയിച്ചു കൊണ്ടുവന്ന പ്രതിഷ്ഠ നടത്തിയ കടലായിൽ നമ്പൂതിരിയുടെ ഇളം തലമുറയിലെ ചിലരാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേൽ കത്തിവെക്കുന്നത്. നിലവിൽ MP ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കടവ് ഗേറ്റ് സ്ഥാപിച്ച് പൂട്ടിയിരിക്കുകയാണ്. പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരമില്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം നേരിടുമെന്നതിൽ സംശയമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആറാടിക്കൊണ്ടിരിക്കുന്ന കടവ് അടച്ചുകെട്ടുകയും അതിൽ തടസ്സമുണ്ടാക്കി ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ താല്പര്യം കാണിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഈ പെരുവനം ആറാട്ടുപുഴ പൂരം നിന്ന ശേഷം ഇത് തുടർന്ന് കൊണ്ടു നടത്തുവാനായിട്ട് കാഞ്ചീപുരത്ത് നിന്നും ആവാഹിച്ചു വന്ന ദേവിയാണ് കടലായിലമ്മ. ഈ കടലായി മനക്കാരനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഇളം തലമുറക്കാരാണ് ഈ സ്ഥലങ്ങളെല്ലാം വിറ്റ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ വഴി ഒന്നല്ലെങ്കിൽ പഞ്ചായത്ത് സറണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ദേവസ്വം ബോർഡിന് ഏറ്റുകൊടുക്കണം. എന്താ കാരണം വെച്ചാൽ അവിടെ MP ഫണ്ട് ഉപയോഗിച്ച 5 ലക്ഷം രൂപ കൊടുത്ത് പണിത ആറാട്ടുകടവുണ്ട്. അതിൻ്റെ രേഖ ഞാൻ സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കടവിലേക്കുള്ള വഴി പോലും അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടേക്കുള്ള വഴിയില്ല. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കടവ് അടച്ച് വിറ്റിട്ടുണ്ട്, ഒരു സ്വകാര്യ വ്യക്തിക്ക് വിറ്റു. അതുകൊണ്ട് ഈ കടവ് ഞങ്ങൾക്ക് തുറന്നു കിട്ടാതെ ഞങ്ങൾക്ക് അവിടെ ആറാടാൻ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ ഞങ്ങൾ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് നിർബന്ധിതമാകുന്നത്. വാർത്താ സമ്മേളനത്തിൽ സേവാസമിതി ഭാരവാഹികളായ V അനിൽകുമാർ, V ജയപ്രകാശ്, TR സുരേഷ്, V സാഗരൻ, ഗോപിനാഥൻ, സരിത ജയപ്രകാശ്, വാസന്തി സുരേഷ്, സുധാ മോഹൻദാസ്, രമ S കുമാർ, രമണി, കൊച്ചമണി എന്നിവർ പങ്കെടുത്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ കപ്പേള ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ്, പെരിഞ്ചേരി ALP സ്കൂൾ പരിസരം, വള്ളിശ്ശേരി പാറക്കുളം സെന്റർ, വള്ളിശ്ശേരി വിളക്കുങ്കാൽ സെന്റർ എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് എന്നിവ സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. വ്യത്യാസമില്ലാതെ നിരന്തരമായി പറയാം. പക്ഷേ ഇതുവരെ ഫണ്ട് ലഭിച്ചിട്ടില്ല. ആകെ കിട്ടിയത് അത് ഒഴിവാക്കി 17 കോടി രൂപയാണ് ആകെ എന്നെപ്പോൾ എല്ലാ MP മാർക്കും ആകെ ലഭിച്ചത്. അതിൽ 909 വാർഡിന്റെ പ്രതിനിധിയാണ് ഒരു MP. 7 MLA മാരുടെ അധികാരപരിധിയുള്ള 7 MLA ഷീറ്റുണ്ട് 1 MP എന്ന് പറയാറുണ്ട്. 7 MLA അധികാരപരിധിയുണ്ട്. 909 വാർഡ്, 48 പഞ്ചായത്ത്, 51 വാർഡുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ, ഗുരുവായൂർ, ചാവക്കാട്, ഇരിയാലക്കുട മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ ഉള്ള വളരെ വിപുലമായ പ്രവർത്തന മേഖലയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് പരിമിതമായ MP ഫണ്ട് ഉള്ള ഫണ്ട് തന്നെ 8 കോടി ലഭിക്കുകയും ചെയ്തിട്ടില്ല.
അതെല്ലാം ആഗ്രഹിച്ച പല പദ്ധതികളും ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഈ 3 മിനി മാസ്റ്റും ഒരു ഹൈ മാസ്റ്റും വളരെ നേരത്തെ തന്നെ നൽകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് തീരുമാനിച്ച ചില പദ്ധതികളും 8 കോടി രൂപ ലഭിക്കാത്തതിനാൽ ഇപ്പോഴും അതിന് ഭരണാനുമതി കൊടുക്കാൻ കഴിയാത്ത കലക്ടറുടെ കയ്യിൽ അതിന് ഫയലിൽ ഇരിക്കുകയാണ്. 8 കോടി രൂപ ലഭിക്കുന്ന മുറയ്ക്ക് അവ നൽകപ്പെടാൻ കഴിയുമെന്നാണ് കലക്ടറടക്കം MP ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ജില്ലാ കലക്ടറാണ് അദ്ദേഹം ഉൾപ്പെടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരിമിതിക്കിടയിൽ ഇത്തരമൊരു പിന്തുണ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ്, ഗീത ശ്രീധരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VI ജോൺസൺ, നിത്യ ജയരാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ KA പ്രദീപ്, ജോയ് പയ്യപ്പിള്ളി, AR രാജു, സായ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. TN പ്രതാപൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ലൈറ്റുകൾ യാഥാർത്ഥ്യമാക്കിയത്. ആനക്കല്ല് സെന്ററിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. മണ്ഡലത്തിലെ വിവിധ സെന്ററുകളിലായി ആദ്യഘട്ട പദ്ധതിയിലെ 8 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൂർത്തീകരിച്ചതായി MLA പറഞ്ഞു. അതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പ്രത്യേകം അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മേഖലയിലെ ഈ ബസ് സ്റ്റോപ്പ് എവിടെ വേണം, എവിടെ ചെയ്യണം, നമ്പർ ഓർത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സമയങ്ങളിൽ രൂക്ഷമായി വരുന്നുണ്ടായി. അപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നത് ചെറിയൊരു പ്രശ്നമാണ്. ആ ചെറിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഞാൻ പ്രതിവിനോടും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറയേണ്ടായി. ഒരു ചെറിയ വികസനം നടത്താൻ ഇത്രയും ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് ഒരാൾക്കും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ പണിത് തീർക്കുന്നതിന് ആവശ്യമായി സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതുമായി എതിർപ്പുള്ള പല ആൾക്കാരും നമ്മളുടെ ചില ഫോണിൽ കൂടി ചില കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി പണിയിൽ ചെയ്യുന്ന കോൺട്രാക്ടറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA പ്രദീപ്, KA രാജു, ശാരിക പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പെൻഷൻ വെക്കുന്ന കാലഘട്ടത്തിൽ എത്തിവരുമ്പോൾ എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്താണ് കാരണം? നമ്മുടെ നേതാക്കന്മാർ, മുൻകാല പ്രവർത്തകര് നമുക്ക് വേണ്ടി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ മുൻകാല പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. പക്ഷെ അതിനുശേഷം ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി. നമ്മൾ അംശാദായം 10 രൂപ അടച്ചിരുന്നു, പിന്നീട് അത് 20 രൂപയാക്കി. ഇപ്പോൾ നമ്മൾ 50 രൂപ അംശാദായം അടയ്ക്കുന്നു. ആ 50 രൂപ അംശാദായം അടയ്ക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സർക്കാർ വിജ്ഞാപനം ഇറക്കി നമ്മുടെ കൈകളിലേക്ക് തന്ന അതേ ആനുകൂല്യം തരാൻ ഇന്ന് സർക്കാർ മടി കാണിക്കുന്ന അവസ്ഥയിലാണ്. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TA ജോസഫ്, ട്രഷറർ PS സുകന്യ, CB രജു, AV സുരേന്ദ്രൻ, TK അനിത, കൂർക്കഞ്ചേരി ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, TB രമേശ്, ഗീത സുധീർ, ജയശ്രീ, M സുസ്മിത, ശോഭ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും സർക്കാർ നിശ്ചയിച്ച പ്രകാരം റിട്ടയർമെന്റും പെൻഷനും നൽകണമെന്നതടക്കം കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ പൂജനീയ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമികളെ പൂർണ്ണകുംഭത്തോടെയും വാദ്യാഘോഷത്തോടെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം നരസിംഹമൂർത്തിക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ചു. നിരവധി ഭക്തർ പങ്കാളികളായി.
വാടാനപ്പള്ളിക്ക് ഇനി വെള്ളിത്തിളക്കം. വെള്ളി ആഭരണങ്ങളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും പറുദീസയുമായി സിലാറ സിൽവർ ആൻഡ് ഫാഷൻ ജ്വല്ലറി വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാടാനപ്പള്ളിക്ക് പുത്തൻ വെള്ളിത്തിളക്കം സമ്മാനിച്ചാണ് സിലാറ സിൽവർ ആൻഡ് ഫാഷൻ ജ്വല്ലറി പ്രവർത്തനം തുടങ്ങിയത്. നൂതന ഫാഷനുകളിലുള്ള വെള്ളി ഫാഷൻ ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് വാടാനപ്പള്ളി ബീച്ച് റോഡിൽ ഫ്രണ്ട്സ് റോഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സിലാറയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പ്രൊഡക്റ്റുകൾക്കും 5% ഓഫർ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഹോം ഡെലിവറി സംവിധാനവും ലഭ്യമാണ്. ഒപ്പം വേദനയില്ലാതെ ഉത്തരവാദിത്തത്തോടെ കാതുകുത്തി നൽകുന്നു. കമ്മലുകൾ, മാലകൾ, ബ്രേസ്ലെറ്റുകൾ, സെക്കൻഡ് സ്റ്റഡുകൾ, മൂക്കുത്തികൾ, മോതിരങ്ങൾ തുടങ്ങി എല്ലാത്തരം ആഭരണങ്ങളുടെയും കമനീയ കളക്ഷനുകളാണ് സിലാറ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വൈവിധ്യമാർന്ന ഫാഷനുകളിലുള്ള ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ സിലാറ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നു. സിലാറ സിൽവർ ആൻഡ് ഫാഷൻ ജ്വല്ലറിയുടെ ഉദ്ഘാടനം സമദ് കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ സിലാറ ഉടമ ഉബൈദുവും കുടുംബാംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ്, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫോൺ 6238046699. വല്ലച്ചിറ പുതുക്കുളങ്ങരയിൽ തീപിടുത്തമുണ്ടായ വീടിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. തൊട്ടിപ്പറമ്പിൽ നന്ദനന്റെ വീടാണ് വല്ലച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. മേഖലാ സെക്രട്ടറി KM അരുൺ, മേഖലാ പ്രസിഡന്റ് CS വൈശാഖ്, മേഖലാ ട്രഷറർ TS സവിത, CPM പുതുക്കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി വിജയ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത്. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം 4 യൂണിറ്റ് ഫയർഫോഴ്സ് വന്ന് അണക്കുകയും തിരിഞ്ഞാലക്കുട നിന്നും പുതുക്കാട് നിന്നും വന്ന ഫയർ യൂണിറ്റ് വന്ന് അണക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ വല്ലച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഭാഗത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വിജയ സുരേന്ദ്രൻ്റെ പൂർണ്ണ നേതൃത്വത്തിൽ കൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ ട്രഷറർ സവിത, അപ്പോൾ തന്നെ വൈശാഖ്, മേഖലാ കമ്മിറ്റികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ശ്യാംജിത്ത്, രഘുനാഥ്, നിഖിലേട്ടൻ, എല്ലാ സഹകളും ഉണ്ട്. പൂർവ്വത്തിലാക്കുന്ന പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒല്ലൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തോടും പ്രതിഷ്ഠാ ദിനത്തോടും അനുബന്ധിച്ച് പാൽക്കുട ഘോഷയാത്ര നടന്നു. പാൽക്കുട ഘോഷയാത്രയിലും പാലാഭിഷേക ചടങ്ങിലും 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. കൊടിയേറ്റ ദിവസമായ ഞായറാഴ്ച രാവിലെ 100 കണക്കിന് അമ്മമാരുടെ നേതൃത്വത്തിലാണ് പാൽക്കുടം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും തുടർന്ന് പാലാഭിഷേകവും നടന്നത്. 22-നാണ് പൂയാഘോഷം. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനി മാതാ ബാലികാ സദനത്തിലെ ആര്യയുടെ വിവാഹത്തിനായുള്ള സ്നേഹ സമ്മാനം കൈമാറി. ബാലികാ സദനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ സ്നേഹ സമ്മാനം ആര്യയ്ക്ക് കൈമാറി. സോഫൻ കൊമ്പൻ, പോൾ ചിറ്റിലപ്പിള്ളി, സജീവൻ അരയമ്പറമ്പിൽ, തിലകൻ എന്നിവർ സംസാരിച്ചു. ആലപ്പാട് കനാൽ സ്റ്റോപ്പിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മണ്ഡലത്തിലെ വിവിധ സെന്ററുകളിലായി ആദ്യഘട്ട പദ്ധതിയിലെ 8 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൂർത്തീകരിച്ചതായി MLA പറഞ്ഞു. ചടങ്ങിൽ ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത ബെന്നി, MK ഷൺമുഖൻ, KV ഇന്ദുലാൽ, ഷില്ലി ജിജുമോൻ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5720 രൂപ, പവന് 45,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. തടസ്സം നിൽക്കില്ലെന്ന് കടലായിൽ മനക്കാർ ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ കൃത്യമായ രേഖ നൽകാൻ തയ്യാറാകണമെന്ന് ക്ഷേത്രം സേവാ സമിതി. അവണിശ്ശേരി പഞ്ചായത്തിലെ പാലക്കൽ കപ്പേള ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ്, പെരിഞ്ചേരി ALP സ്കൂൾ പരിസരം, വള്ളിശ്ശേരി പാറക്കുളം സെന്റർ, വള്ളിശ്ശേരി വിളക്കുങ്കാൽ സെന്റർ എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് എന്നിവ സമർപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് സെന്ററിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമായി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.